എല്ലാ എൻ്റെ പ്രിയപ്പെട്ടവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്ന ഒരു വിഷയം, ഞാൻ എൻ്റെ മോൾക്ക് ഒരു ഉടുപ്പ് വാങ്ങാൻ പോയ കഥയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ചിന്തിക്കും, ഏതപ്പനാണ് ഒരു സ്വന്തം മോൾക്ക് ഒരു തുണി മേടിച്ചു കൊടുക്കാത്തത്? പക്ഷേ ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്, ഡോക്ടർമാരും മറ്റു പലരും മരിച്ചുപോയി എന്ന് പറഞ്ഞ എൻ്റെ മോൾക്ക് വേണ്ടി ഒരു തുണി വാങ്ങാൻ പോയ കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. അല്പം ലെങ്ത് കൂടിയാലും ദയവ് ചെയ്ത് മുഴുവനും കേൾക്കണമെന്ന് അപേക്ഷിക്കുന്നു. എൻ്റെ ആദ്യ ചാനലിന് ആദ്യത്തെ എൻ്റെ എപ്പിസോഡിന് ഒരു വിജയമാക്കിയതിന് എല്ലാവർക്കും നന്ദി പറയുന്നു. ഞാൻ നടന്നു വന്ന മുള്ളുകൾ നിറഞ്ഞ വഴികളിൽ ഒന്നുകൂടി എന്ന എൻ്റെ ഈ ചാനലിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഗൾഫിലാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോഴും ഗൾഫിലാണ് വർക്ക് ചെയ്യുന്ന സമയത്ത് എല്ലാവരെയും പോലെ വെക്കേഷന് വന്നു. 2-ാം മാസമായപ്പോഴത്തേക്കും എൻ്റെ വൈഫ് പറഞ്ഞു പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞു. ഓക്കെ. പക്ഷെ ഞാൻ അപ്പോൾ തന്നെ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, നമുക്ക് ജനിക്കാൻ പോകുന്നത് മോളാണ്, അവൾക്ക് നമ്മൾ കൃപ എന്ന് ഞാൻ പേരിട്ടുണ്ടെന്ന് പറഞ്ഞു. എൻ്റെ മോളുടെ പേര് കൃപ എന്നാണ്. പക്ഷേ മോൾ ജനിച്ച സമയത്ത് ഞാൻ അറിയുന്നത് മോള് ശ്വസിക്കില്ലായിരുന്നു, വെന്റിലേറ്ററിലാണ്. പക്ഷെ ഒരാഴ്ച ജീവിച്ചതിന് ശേഷം എൻ്റെ ഭാര്യയുടെ അനിയനാണ് എന്നെ വിളിച്ച് പറയുന്നത് മോള് മരിച്ചുപോയെന്ന്. അപ്പോൾ റെസ്പോൺസിബിലിറ്റി ഉള്ള ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഡോക്ടർമാർ തന്നയക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അന്ന് വൈകുന്നേരം നാട്ടിൽ പോകണ്ടെന്ന് കരുതാണ്. പക്ഷേ എനിക്കൊരു എമർജൻസി ലീവ് തരികയും അങ്ങനെ ഞാൻ നാട്ടിൽ വരികയും ചെയ്തു. നാട്ടിൽ വന്നിട്ട് ഈ പറഞ്ഞതുപോലെ എല്ലാവരും ചിന്തിക്കുന്നത് പോലെ ഞാനും എൻ്റെ ചേട്ടനും എൻ്റെ ബന്ധുക്കളെല്ലാം കൂടി ചേർന്ന് ഞങ്ങളിത് സംസാരിക്കുകയാണ്, കുഞ്ഞിനെ അടക്കേണ്ടത് എവിടെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കുന്ന സമയത്ത് ഡോക്ടർ എന്നെ ചോദിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ ഡോക്ടറെ കാണാൻ വേണ്ടി പോയി. പക്ഷേ ഈ നാട്ടിൽ പോകുന്നതിൻ്റെ വൈകുന്നേരം ഞാൻ എൻ്റെ കൊച്ചിന് ഒരു തുണി മേടിക്കാൻ വേണ്ടി പോയി. ദുബായിൽ ഒരു ഷോപ്പിംഗ് മാളിൽ പോയി. എൻ്റെ കൂടെ വന്നത് തൃശ്ശൂരിലുള്ള എൻ്റെ ഏറ്റവും നല്ല സുഹൃത്ത് ജോയി എന്ന് പറയുന്ന പുള്ളിയാണ്. കേച്ചേരിയിലാണ് പുള്ളിയുടെ വീട്. അപ്പോൾ ജോയി നോക്കുമ്പോൾ ഞാൻ കുഞ്ഞിനെ തുണി എടുക്കുന്നു. പക്ഷേ എൻ്റെ മുഖത്തൊരു ഭാവവ്യത്യാസവുമില്ല. പുള്ളിക്കാരി എൻ്റെ തോളിൽ തന്നെ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഞാൻ എപ്പോഴും കരയുമോ അല്ലെങ്കിൽ ഞാൻ വിഷമിക്കുമോ, അങ്ങനെ പുള്ളിയുടെ ഒരു മാനസികാവസ്ഥ എങ്ങനെയായിരുന്നു. പക്ഷെ എനിക്ക് ഒരു പ്രതീക്ഷ എവിടെയോ കിടപ്പുണ്ട്. അങ്ങനെ ഞാൻ ഉടുപ്പ് മേടിച്ചു. അവസാനം ജോയി എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നീ എന്തെങ്കിലും ഒന്ന് പറയുക, അല്ലെങ്കിൽ നീ ഒന്ന് കരയെങ്കിലും ചെയ്യേ, എന്തെങ്കിലും ചെയ്യേ എന്ന് പറഞ്ഞ് എന്നെ പുഷ് ചെയ്തുകൊണ്ടിരുന്നതാണ് ജോയി. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ പോയി. ഞാൻ ഡോക്ടറോട് ചോദിച്ചു, എൻ്റെ മോളെ ഒന്ന് കണ്ടോട്ടെ എന്ന് ചോദിച്ചു. കണ്ടോളാൻ പറഞ്ഞു. ഉത്തരവാദിത്തപ്പെട്ട ആൾ ഞാൻ തന്നേക്കാൻ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഇല്ല, ചെറിയൊരു അനക്കമുണ്ട്, എന്നാൽ അത് കഴിഞ്ഞാൽ തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ എൻ്റെ മോളെ കാണാൻ വേണ്ടി പോയിട്ട് പതുക്കെ എൻ്റെ മോളെ ചെവിയിൽ പോയിട്ട് ഞാൻ പറഞ്ഞു, മോളെ കൃപ, നിൻ്റെ പപ്പ വന്ന് മോളെ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മോളെ 2 കൈ എടുത്തിങ്ങനെ അടിച്ചു ഇങ്ങനെ. അപ്പോഴത്തേക്ക് ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ നിങ്ങൾ പേടിക്കണ്ട, പിന്നെ എൻ്റെ മോളെ ഞാൻ ജീവനോടെ കൊണ്ടുപോകത്തുള്ളൂ, ഞാൻ പുറത്തുണ്ടാവും, എന്താവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. അങ്ങനെ ഞാൻ അവിടെ ഇരുന്ന് 1.5 മാസത്തോടെ ഇരുന്നു. ഇതിനിടയ്ക്ക് വീണ്ടും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, കൈവിട്ട് പോയി എന്ന് ഡോക്ടറെ അടുത്ത് പറഞ്ഞൊരു ദിവസം ഉണ്ടായിരുന്നു. അതെനിക്ക് മറക്കാൻ കഴിയില്ല ജീവിതത്തിൽ. അന്ന് ഡോക്ടർ എന്തെന്ന് എഴുതി മേടിച്ചു, എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല, അത് ഉത്തരവാദിത്തപ്പെട്ട ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് ഡോക്ടർ എഴുതുന്ന ഒരു സർട്ടിഫിക്കറ്റ് ഞങ്ങൾ സൈൻ ചെയ്ത് മേടിച്ചു. അത് വാങ്ങിച്ചതിന് ശേഷം അന്ന് രാത്രി ഒരു വ്യത്യസ്തമായിട്ട് എന്തോ ഒരു ടെസ്റ്റ് നടത്താനായിട്ട് ഒരു കപ്പിനകത്ത് ഐസ് വെച്ചിട്ട് ബ്ലഡ് ഇങ്ങനെ നിറച്ച് തന്നു ഇങ്ങനെ. അപ്പോൾ ഞാൻ അത് കേട്ടിട്ട് എനിക്ക് ഭയങ്കര വിഷമമായി പോയി. ഞാൻ കരഞ്ഞിട്ട് ഞാൻ പുറത്തിറങ്ങിയപ്പോൾ ഈ ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞത്, ഈ ഐസ് അലിയുന്നതിന് മുൻപ് പുറത്ത് കൊണ്ടുപോകണം ടെസ്റ്റ് നടത്താനായിട്ട്. ഇപ്പോൾ ഏകദേശം 1.5 കിലോമീറ്റർ ഉണ്ട് മെഡിക്കൽ കോളേജ് SIT നിന്നും മെയിൻ ഗേറ്റിൽ വരാനായിട്ട്. അങ്ങനെ ഞാൻ ഈ ബ്ലഡും കൊണ്ട് ഞാൻ പുറത്തിറങ്ങിയപ്പോഴത്തേക്കും ഭയങ്കര മഴ. അപ്പോൾ ഈ ഐസ് അലിയാൻ പാടില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ ഷർട്ടിനകത്ത് ഈ ബ്ലഡിനെ ഇറക്കി വെച്ചിട്ട് ഞാനൊരു ഓട്ടം ഓടി, കരഞ്ഞുകൊണ്ട് ഓടി. പക്ഷേ എൻ്റെ കണ്ണിന് ആരും കണ്ടില്ല, കാരണം നല്ല മഴയത്ത് നനഞ്ഞുകൊണ്ടാണ് ഓടിയത്.
അവിടെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങൾ ഈ ഐസിയിലുള്ള പല അപ്പന്മാരും ഇവരെല്ലാം കൂലിപ്പണിക്കാരാണ്. ഞാൻ പിന്നെ ഗൾഫിൽ നിന്ന് വന്നതുകൊണ്ട് ഞാൻ 24 hours അവിടെ ആയതുകൊണ്ട് പല കാര്യങ്ങൾ ഞാൻ കാണാനും പലതിൽ ഞാൻ ഇടപെടുകയൊക്കെ ചെയ്യുമായിരുന്നു. ഇവർക്ക് വൈകുന്നേരം മാത്രമേ വന്നവിടെ ഇരിക്കത്തുള്ളൂ. അപ്പോൾ ഞങ്ങളിങ്ങനെ ഞാൻ എല്ലാവരെയും ഒന്നിങ്ങനെ സന്തോഷിപ്പിക്കുകയും അല്ലെങ്കിൽ എല്ലാവരും ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ഞങ്ങളിങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുന്ന സമയത്തായിരിക്കും പെട്ടെന്ന് നേഴ്സ് വന്ന് പറയുന്നത് ഇന്ന ആളുടെ അപ്പനാരാന്ന് ചോദിക്കും. അപ്പോൾ ഒരു വെള്ളം മുണ്ട് കൊണ്ടുവരാൻ പറയും. അപ്പോൾ ഇവർക്കറിയില്ല എന്തിനാണ് ഈ വെള്ളം മുണ്ട് കൊണ്ടുവരാൻ ചോദിക്കണതെന്ന്. കാരണം ഞാൻ രാവിലെ മുതൽ ഇരിക്കുന്നത് കൊണ്ട് ഞാൻ പലതും കാണുന്നത് കൊണ്ട് എനിക്കറിയാം. അപ്പോൾ എന്നെ വളരെ തമാശയൊക്കെ പറഞ്ഞിരുന്ന ഒരു പുള്ളിക്കാരൻ, രമേശ് എന്ന അവരുടെ പേര്. പുള്ളി നല്ല തമാശയൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ എല്ലാം ഒരുമിച്ചിരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു നേഴ്സ് വന്ന് പറയുകയാണ്, ആരാ രമേശ് എന്ന് ചോദിച്ചു. അപ്പോൾ തന്നെ ഞാൻ പെട്ടെന്ന് കയറി ഞാൻ പറഞ്ഞു, ഞാൻ വന്നേക്കാമെന്ന് പറഞ്ഞു. കാരണം രമേശിന് അത് സഹിക്കാൻ പറ്റില്ല. അവൻ നല്ല തമാശ പറഞ്ഞ സമയമാണ്. അപ്പോൾ ഞാൻ രമേശിനെ പറഞ്ഞു, നീ പോയിട്ട് പെട്ടെന്ന് പോയിട്ട് ഒരു ടാക്സി പിടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു, നമുക്കൊരു യാത്ര പോകണമെന്ന് പറഞ്ഞു. ഈ രമേശ് ടാക്സി പിടിക്കാൻ പോകുന്ന സമയത്ത് ഞാൻ മുണ്ട് കൊണ്ടുപോയിട്ട് ഈ കുഞ്ഞിനെ ഞാനിങ്ങനെ പൊതിഞ്ഞ് വാങ്ങിച്ചു. കാരണം കുഞ്ഞ് മരിച്ചുപോയി. ടാക്സി കൊണ്ടുവന്നിട്ട് ഞാൻ ബാക്ക് സൈഡ് സീറ്റിൽ കൊണ്ട് ഈ കുഞ്ഞിനെ കിടത്തിയിട്ട് ഞാൻ രമേശിനോട് പറഞ്ഞു, രമേശ് നീ തിരിഞ്ഞ് നോക്കരുത്, നിൻ്റെ മുഖം കാണാനുള്ള ധൈര്യം എനിക്ക് പോരാ, വിട്ടേക്ക്, ഞാൻ പുറകെ കൊണ്ട് വെച്ചത് നിൻ്റെ കുഞ്ഞിൻ്റെ ഡെഡ് ബോഡിയാണെന്ന് പറഞ്ഞു. ഞാൻ ഡ്രൈവറോട് പറഞ്ഞു, നിങ്ങൾ പുള്ളിയെ കൊണ്ടുവന്ന് വീട്ടിലാക്കുമെന്ന് പറഞ്ഞു. ഞാൻ ഇത് പറയാൻ കാരണം ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് ആ മെഡിക്കൽ കോളേജിൽ ഉണ്ടായിട്ടുണ്ട്. ഇത് ഞാൻ പറയാൻ കാരണം എന്നെ ഏറ്റവും കൂടുതൽ എന്നെ വേദനിപ്പിക്കുകയും കേരള സംസ്ഥാനത്തെ മുഴുവനെ വേദനിപ്പിച്ച ഒരു കൊലപാതകവും അതിൻ്റെ പിന്നിൽ നടന്നൊരു ചതിയും നടന്നു. ഒരു മെഡർ മാത്രമല്ല, ഒരു കൂടിയാലോചിച്ച് ഒരു മനുഷ്യനെ ചതിച്ച് ഒരു കുഞ്ഞിനെ കൊല്ലുക എന്നുള്ളൊരു കാഴ്ചപ്പാടോടുകൂടി ഒരു സ്ത്രീയും അവരുടെ കാമുകനുമായിട്ട് ഇറങ്ങിത്തിരിച്ച വിഷയമാണ് ഞാൻ പറയാൻ പോകുന്നത്. അത് കണ്ണൂർ തയ്യിൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഞാൻ ആരുടെയും പേര് പറയില്ല, കാരണം അവരൊക്കെ ശിക്ഷിക്കപ്പെട്ടു. ആ കുഞ്ഞിന് ജീവനോടെ ഇരിപ്പില്ല, ഹസ്ബൻഡ് കാണാൻ പറ്റില്ല. പിന്നെ ഈ സ്ത്രീക്ക് പിന്നീട് ആത്മഹത്യാ ശ്രമം നടത്തിയിട്ട് പിന്നെ പോലീസ് സംരക്ഷണയിൽ പുള്ളിക്കാരത്തി ഹോസ്പിറ്റലായിരുന്നു. ഇതൊക്കെ സംഭവിച്ചു. ഞാൻ പറഞ്ഞത് 1.5 വർഷം പുള്ളിക്കാരനും ഗൾഫിലായിരുന്നു. 1.5 വർഷം കൊണ്ട് പിരിഞ്ഞിരുന്ന ആ ഹസ്ബൻഡും വൈഫും കൂടി ചേർന്ന് ഒരു തീരുമാനമെടുത്ത് നമുക്ക് കുഞ്ഞൊക്കെ ഉണ്ടല്ലോ, നമുക്ക് ഒരുമിച്ച് രമ്യതയിലാവാം എന്ന് പറഞ്ഞിട്ട് 2 കുടുംബക്കാരും കൂടി ചേർന്നിട്ട് ഒരു ഒത്തൊരുമയിൽ വന്നു. അങ്ങനെ ഒരു ദിവസം അവർ ഒരുമിച്ച് കൂടി. അന്ന് രാത്രി ആദ്യത്തെ 1.5 വർഷത്തിന് ശേഷം, 1 വർഷത്തിന് ശേഷമാണ് അവർ കാണുന്നത്. അന്ന് രാത്രി ഈ ഹസ്ബൻഡ് ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ഹസ്ബൻഡിൻ്റെയും വൈഫിൻ്റെയും നടുക്ക് കിടന്ന ഈ കുഞ്ഞിനെ ഈ സ്ത്രീ എടുത്തുകൊണ്ട് പോയിട്ട് പാല് കൊടുക്കാനെന്ന് പറഞ്ഞിട്ട് എടുത്തുകൊണ്ട് പോയിട്ട് പാല് കൊണ്ടുപോയി തൊട്ടടുത്തുള്ള കടപ്പുറത്ത് കൊണ്ട് കടലിൽ കൊണ്ടിറങ്ങി. കടൽ 3 പ്രാവശ്യം ഈ കുഞ്ഞിനെ കരയിൽ കൊണ്ടുവന്നു. അപ്പോഴും കുഞ്ഞിന് ജീവനുണ്ടായിരുന്നു. അവസാനം ഈ സ്ത്രീ ആ കുഞ്ഞിനെ കാലിൽ തൂക്കിയെടുത്ത് ആ കരിങ്കലിൽ അടിച്ചു കൊന്നതാണ്. അവർ ഐഡിയ ഈ കുഞ്ഞിനെ കൊന്നത് സ്വന്തം ഹസ്ബൻഡാണെന്ന് പറഞ്ഞിട്ട് ഹസ്ബൻഡിനെ ജയിലിലാക്കുകയും കുഞ്ഞിനെ ഇല്ലാതാക്കുകയും പിന്നെ കാമുകൻ്റെ കൂടെ പോയി ജീവിക്കാനാണ് അവർ പ്ലാൻ ഇട്ടത്. ആ പ്ലാൻ ഏകദേശമൊക്കെ ഒത്തുവന്നു. കാരണം പിന്നീട് നാട്ടുകാരാൻ ചേർന്ന് ഈ ആ മനുഷ്യനെ അടിക്കാനൊക്കെ പിടിച്ചു. പിന്നെ പോലീസ് വന്നതുകൊണ്ടാണ് ആ മനുഷ്യൻ രക്ഷപ്പെട്ടത്. അവസാനം തെളിഞ്ഞു ഈ സ്ത്രീയാണ് ഈ കുഞ്ഞിനെ കൊന്നതെന്ന്. പക്ഷേ വേദനയോട് ഞാൻ പറയുന്നത്, ഈ കുഞ്ഞിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കിടക്കുന്നത് ഈ കുഞ്ഞിൻ്റെ വയറ്റിനകത്ത് ഈ അമ്മ കൊടുത്ത പാല് അപ്പോഴും ആ വയറ്റിനകത്തുണ്ടായിരുന്നു. ഞാൻ പറയുന്നത്, നിങ്ങളെന്ത് നേടി? ഇത്രയും കഥ ഞാൻ പറയാൻ കാരണം ഒരേ കാരണം, ഈ സ്ത്രീയന്മാർ ഇനി ഏതെങ്കിലും അമ്മമാർ ഈ ചിന്തയോടെ ജീവിക്കുന്നുവെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ആ ചിന്താഗതി ഉപേക്ഷിക്കുക. കുഞ്ഞില്ലാത്തവർക്ക് കുഞ്ഞിനെ കൊടുക്കുക. ഈ സ്ത്രീക്ക് ഒരു കാര്യം ചെയ്യാമായിരുന്നു, ആ ഭർത്താവിൻ്റെ അടുത്ത് ആ കുഞ്ഞിനെ ഉപേക്ഷിച്ചിട്ട് ഈ സ്ത്രീക്ക് പോകാമായിരുന്നു. ആ ഹസ്ബൻഡ് ആ കുഞ്ഞിനെ നോക്കുമായിരുന്നു. അവളത് ചെയ്തില്ല. അപ്പോൾ ഇതുപോലുള്ള സ്ത്രീകൾ ഉണ്ടാവാതിരിക്കട്ടെ. നിങ്ങൾ അങ്ങനെ ഒരു മനോഭാവത്തോടെ ഇരിക്കുകയാണെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ആ ചിന്താഗതി മാറ്റുക. കുഞ്ഞുങ്ങളില്ലാതെ കഷ്ടപ്പെടുന്ന ആൾക്കാർ ഒരുപാടുണ്ട്. എൻ്റെ മോക്ക് വേണ്ടി ഞാൻ അനുഭവിച്ച കഷ്ടവും വേദനയും പ്രയാസവും എന്തെന്ന് എനിക്കിന്നും അറിയാം. അത് വേദനയോടെ ഞാൻ നോക്കുന്ന ഒരാളാണ്. പക്ഷേ ഇന്നെൻ്റെ സ്വർഗം എന്ന് പറയുന്നതും എൻ്റെ മോള് തന്നെയാണ്. അടുത്തൊരു വിഷയമായിട്ട് ഞാൻ വീണ്ടും അറിയിക്കാം. നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും എൻ്റെ നമസ്കാരം.